മുഖം മിനുക്കിയ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആതുര സേവന രംഗത്ത് പയ്യന്നൂരിന് അനുഗ്രഹമാവുകയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 104 കോടി രൂപ ചെലവിൽ 7 നിലകളിലായാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമുള്ള താലൂക്ക് ആശുപത്രി കൂടിയാണ് പയ്യന്നൂരിലേത്. 1999 റൂറൽ ഡിസ്പെൻസറിയായി ആരംഭിച്ച ആതുരാലയം 1965 സർക്കാർ ആശുപത്രിയായും 2009 താലൂക്ക് ആശുപത്രിയായും ഉയർന്നു. പക്ഷേ ശാപമോക്ഷത്തിനായി കാലങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേടായിരുന്നു ഇത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പഴയ ചരിത്രം കാണുന്ന മാത്രയിൽ ആളുകൾ മുഖം തിരിഞ്ഞു നടന്ന ആ കാലം മാറി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഇന്ന് കെട്ടിലും മട്ടിലും സ്വകാര്യ ആശുപത്രികളെ പോലും പിന്നിലാക്കുകയാണ്. ഒരേക്കർ 96 സെന്റ് സ്ഥലത്താണ് ആശുപത്രി. 104 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 79,452 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 7 നിലകളിലായി പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചതോടെയാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ തലവര മാറിയത്. 8 വിഭാഗങ്ങളിലായി ഏറ്റവും മികച്ച ചികിത്സയാണ് ഇന്നിവിടെ ലഭ്യമാകുന്നത്. സേവനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ജനങ്ങളും പൂർണ്ണ തൃപ്തരാണ്. ഡോക്ടർമാരെ നല്ല നോക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല പറയാനുള്ളൂ. എല്ലാം കൊണ്ടും നമുക്കിനി ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫായാലും മറ്റു നമുക്കിവിടെ സൗകര്യങ്ങളായാലും നല്ല സൂപ്പറാണ്. മുന്നിടതിനെക്കാട്ട് ഒരുപാട് സൗകര്യങ്ങൾ കൂടിയില്ലേ. നല്ല ലെവലിൽ തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റൽ നല്ല ഭരണത്തിൻ്റെ നല്ലൊരു മാറ്റം ഈ ഹോസ്പിറ്റലുള്ളത്. നല്ലൊരു മാറ്റം, 10 വർഷത്തിന് ഭരണമാറ്റം നല്ല ലെവലിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്യാഹിത വിഭാഗം, ECG, ജീവിതശൈലി രോഗനിയന്ത്രണ വിഭാഗങ്ങൾ, ഡിജിറ്റൽ എക്സ്റേ, CT സ്കാൻ എന്നിവ ഉൾപ്പെടുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ. 1-ാം നിലയിൽ കുട്ടികളുടെ വാർഡ്, കുട്ടികളുടെ ICU എന്നീ സൗകര്യങ്ങളും 2-ാം നിലയിൽ സ്ത്രീകളുടെ വാർഡ്, മെഡിക്കൽ ICU എന്നിവയും 3-ാം നിലയിൽ പ്രസവമുറി, ഗൈനക് ഓപ്പറേഷൻ തിയേറ്റർ, പ്രസവാനന്തര ശസ്ത്രക്രിയ വാർഡ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. 4-ാം നിലയിൽ പുരുഷന്മാരുടെ വാർഡ്, പുനരധിവാസ കേന്ദ്രം, സെമിനാർ ഹാൾ എന്നിവയാണുള്ളത്. 5-ാം നിലയിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സർജിക്കൽ വാർഡ്, സർജിക്കൽ ICU എന്നീ സൗകര്യങ്ങളും 6-ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ, ശസ്ത്രക്രിയാനന്തര വാർഡ് എന്നിവയുമാണുള്ളത്. ന്യൂസ് മലയാളം, കണ്ണൂർ.